അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 24-ാമത്തെ പാഠം റാബിയ വൽ ഇശ്റൂൻ സവാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം. ആടുമായി വന്ന ഉപ്പയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സാഹിറ മോൾ ചോദിച്ചു, ഉപ്പ എന്തിനാണ് ആടിനെ കൊണ്ടുവന്നത്? ഉപ്പാപ്പയും ഉമ്മാമയുമൊക്കെ മരിച്ചു പോയിട്ടില്ലേ? നമുക്ക് ഇതിനെ അറുത്ത് ഹദിയ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ വഫാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ അറുത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്കും മറ്റും നൽകാറുണ്ടായിരുന്നു എന്ന് നീ പഠിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യയാണല്ലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആദ്യ ഭാര്യ എന്നത് മാത്രമല്ല പ്രത്യേകത, അവർ ഒരു വലിയ മഹദിയായിരുന്നു. മക്കയിലെ കുലീനയും സമ്പന്നയുമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവർ വിധവയായിരുന്നു. പിതാവ് ഖുവൈലിദിൻ്റെ മരണശേഷം അവർ കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. അധികം താമസിയാതെ അവർ മക്കയിലെ വലിയ കച്ചവടക്കാരിയായി തീർന്നു. കച്ചവടത്തിൽ സഹായിക്കാൻ ആളുകളെ അവർ കൂലിക്ക് വിളിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായത്തിന് വിളിച്ചു. കച്ചവട ചരക്കുകളുമായി സിറിയയിലേക്ക് പോകണം, അതായിരുന്നു ജോലി. ഖദീജ ബീവിയുടെ ഭൃത്യൻ മൈസറയും ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര തിരിച്ചു. നബിയോടൊപ്പമുള്ള യാത്രയിൽ മൈസറ പല അത്ഭുതങ്ങളും കണ്ടു. കച്ചവടത്തിൽ അവർക്ക് അസാധാരണ ലാഭം ലഭിച്ചു. യാത്ര കഴിഞ്ഞെത്തിയ മൈസറ ഖദീജ ബീവിയോട് പറഞ്ഞു, ഈ യാത്രയിൽ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു. അൽ അമീനു മുകളിൽ മേഘം തണൽ വിരിച്ചിരുന്നു. യാത്രക്കിടയിൽ ഞങ്ങൾ ഒരു മരച്ചുവട്ടിലിരുന്നു. അപ്പോൾ നസ്തൂറ എന്ന പുരോഹിതൻ പറഞ്ഞു, ഈ മരച്ചുവട്ടിലിരിക്കുന്നത് പ്രവാചകൻ തന്നെയാണ്. ഞങ്ങളുടെ ചരക്കുകൾ പെട്ടെന്ന് വിറ്റുപോയി. കൂടുതൽ ലാഭം ലഭിച്ചു. അൽ അമീൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അൽ അമീനെക്കുറിച്ച് കേട്ടറിഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ മതിപ്പുണ്ടായി. ബുദ്ധിമതിയും സുന്ദരിയും കുലീനയും സമ്പന്നയുമായ അവരെ മക്കയിലെ പലരും വിവാഹം ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അവർ അതെല്ലാം നിരസിക്കുകയായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മനസ്സിലാക്കി അവർ നബിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. അബൂ ത്വാലിബിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു. അദ്ദേഹം നബിയോട് ആലോചിച്ച് വിവാഹത്തിന് സമ്മതം നൽകി. അങ്ങനെ കുടുംബ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും വിവാഹിതരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് 25-ഉം ഖദീജ ബീവിക്ക് 40 വയസ്സ് പ്രായമായിരുന്നു. അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്നത്തി ഖദീജ ബിന്തു ഖുവൈലിദ്. സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുർ റാബിയ വൽ ഇശ്റൂൻ 24-ാമത്തെ പാഠം സവാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നുൻഷിഉൽ ജുംലയുണ്ടാക്കുക. കേട്ടറിഞ്ഞു. അൽ അമീനെക്കുറിച്ച് കേട്ടറിഞ്ഞ ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ മതിപ്പുണ്ടായി. സാന്നിധ്യത്തിൽ കുടുംബ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് വിവാഹിതരായി. കുലീന, മക്കയിലെ കുലീനയും സമ്പന്നയുമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. യാത്രക്കിടയിൽ ഞങ്ങൾ ഒരു മരച്ചുവട്ടിലിരുന്നു. ഇനി 2 നുജീബ്, ഉത്തരം എഴുതുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഖദീജ ബീവിയെ വിവാഹം കഴിച്ചത്? 25. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹം നടക്കുമ്പോൾ ഖദീജ ബീവിക്ക് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? ഉത്തരം 40. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നസ്തൂറ എന്താണ് പറഞ്ഞത്? ഈ മരച്ചുവട്ടിലിരിക്കുന്നത് പ്രവാചകൻ തന്നെയാണ്. 4. കച്ചവട യാത്രക്കിടയിൽ മൈസറ കണ്ട അത്ഭുതങ്ങൾ എന്തെല്ലാം? അൽ അമീന് മുകളിൽ മേഘം തണൽ വിരിച്ചിരിക്കുന്നു. യാത്രക്കിടയിൽ ഞങ്ങൾ ഒരു മരച്ചുവട്ടിലിരുന്നു. അപ്പോൾ നസ്തൂറ എന്ന പുരോഹിതൻ പറഞ്ഞു, ഈ മരച്ചുവട്ടിലിരിക്കുന്നത് പ്രവാചകൻ തന്നെയാണ്. ഞങ്ങളുടെ ചരക്കുകൾ പെട്ടെന്ന് വിറ്റുപോയി. കൂടുതൽ ലാഭം ലഭിച്ചു. അൽ അമീൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. 5. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ആലോചിക്കാൻ കാരണമെന്ത്?
അൽ അമീനെക്കുറിച്ച് കേട്ടറിഞ്ഞ ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ മതിപ്പുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മനസ്സിലാക്കി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. ഇനി നമുക്ക് അവിടെ കാണാം നക്തുബുൽ ഇബറത്ത് എഴുതാം. ഈ പാഠത്തിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങൾ എന്തെല്ലാം? ഖദീജ ബീവി ഒരു വലിയ മഹദിയായിരുന്നു. നബി തങ്ങൾ കച്ചവടത്തിന് പോയിരുന്നു. യാത്രയിൽ മൈസറ പല അത്ഭുതങ്ങളും കണ്ടു. നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കച്ചവടത്തിൽ കൂടുതൽ ലാഭം ലഭിച്ചു. നബി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയ ഖദീജ ബീവി വിവാഹം ആലോചിച്ചു. ചേരുംപടി ചേർക്കാനുണ്ട്. മൈസറ സി ആണ് ഉത്തരം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭൃത്യൻ. 2 നസ്തൂറ എ ക്രിസ്തീയ പുരോഹിതൻ. 3 അബൂ ത്വാലിബ് ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ. ഇനി 5 നുൻഷിയുൽ അസ്ഇല ചോദ്യം ഉണ്ടാക്കുക. ഈ പാഠത്തിൽ നിന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കുന്ന രീതിയിൽ 3 ചോദ്യങ്ങൾ തയ്യാറാക്കുക. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഡാഷ് ബീവി ഖദീജ ബീവി. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള യാത്രയിൽ ഡാഷ് പല അത്ഭുതങ്ങളും കണ്ടു മൈസറ. 3 ഡാഷിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു അബൂ ത്വാലിബിൻ്റെ. ഇനി 6ാമത്തെ വർക്ക് കാണാം. തഖ്സീസ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്? അവരുടെ ആണ്ട് നടത്താറുണ്ടോ? എങ്ങനെയാണ് ആണ്ട് നടത്താറുള്ളത്? ചർച്ച ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.